48 ആയത്തുകൾ നമ്മൾ പഠിച്ചു. ഇനി 49ാമത്തെ ആയത്താണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇൻഷാ അല്ലാഹ്. ആദ്യം അതൊന്ന് ഓതാം, എല്ലാവരും ശ്രദ്ധിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ووضع الكتاب فترى المجرمين مشفقين مما فيه ويقولون يا ويلتنا ما لهذا الكتاب لا يغادر صغيرة ولا كبيرة ولا كبيرة إلا أحصاها ووجدوا ما عملوا حاضرا ولا يظلم ربك أحدا. 49ാമത്തെ ആയത്താണ്. പരലോകത്തുള്ള രംഗമാണ് ഇവിടെ വിശദീകരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ തിന്മകളിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കുവാനും നല്ല പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഉത്സാഹിക്കുവാനും നമ്മളെ പ്രേരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിലെ മുഴുവൻ പ്രവർത്തനങ്ങളും നാളെ പരലോകത്ത് കാണിക്കപ്പെടുമെന്നുള്ളത്. ഇന്ന് നമുക്കറിയാം, എത്രയോ കുറ്റവാളികൾ പിടിക്കപ്പെടാനുള്ള കാരണം ഇന്ന് ക്യാമറകളാണ്. ക്യാമറകൾ ഇന്ന് ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയമാണ്. ആരെ സംബന്ധിച്ചിടത്തോളം എവിടെയാണ് ക്യാമറ ഓണായി കിടക്കുന്നത് നമുക്കറിയില്ല. ആക്സിഡൻറ്റുകൾ സംഭവിച്ചാൽ നിർത്താതെ പോയ വാഹനങ്ങൾ കണ്ടുപിടിക്കപ്പെടുന്നു. പിന്നെ വഴിയോരങ്ങളിലുള്ള കവർച്ചകൾ കണ്ടുപിടിക്കപ്പെടുന്നു. വീടുകളിലുള്ള കൊള്ളകൾ കണ്ടുപിടിക്കപ്പെടുന്നു. എല്ലാം ഏതെങ്കിലും ഒരു ക്യാമറ എവിടെയെങ്കിലും ഉണ്ടാകും. അങ്ങനെ പ്രത്യക്ഷമായൊരു ചിത്രം പതിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിഷേധിക്കുവാൻ കഴിയാത്ത അവസ്ഥയും സംജാതമാകും. എല്ലാവരെയും ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. എന്നാൽ വിശുദ്ധ ഖുർആനിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, നാളെ പരലോകത്ത് നമ്മുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായ എല്ലാ പ്രവർത്തനങ്ങളും എഴുതപ്പെട്ട ഏടുകൾ നമ്മുടെ മുന്നിൽ നിവർത്തപ്പെടുന്നതാണ്. കിതാബൻ യൽഖാഹു മൻഷൂറ, അത് നിവർത്തപ്പെട്ടതായിട്ട് മനുഷ്യൻ കാണുന്നതാണ്. പണ്ഡിതന്മാരതിനെ വ്യാഖ്യാനിച്ചത് നിവർത്തപ്പെട്ടതായിട്ട് കാണുമെന്ന് പറഞ്ഞാൽ ആ വ്യക്തി കാണും, അല്ലാത്തവരും കാണുന്നതാണ്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, നമ്മൾ വളരെ രഹസ്യമായി സ്വകാര്യമായി ജീവിതത്തിൽ കൊണ്ടുനടക്കുന്ന കാര്യങ്ങൾ നേരിട്ട് കാണുന്നൊരു സന്ദർഭം എത്ര ഭയാനകവും ഭീകരവുമാണ് അതെന്നുള്ളതാണ്. നമ്മൾ അപമാനിതരായി പോകുന്ന ജീവിതഘട്ടം. ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നുണ്ടോ, രാവിലെ ഉണർന്ന് നമ്മുടെ ജോലികളിലും പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ട് വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ അല്ലെങ്കിൽ രാത്രിയുടെ ഇരുളുകളിൽ നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം വളരെ കൃത്യമായി റെക്കോർഡ് ചെയ്ത് കൊണ്ടിരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ ആയത്തിലുള്ളത്. ആദ്യം അതിൻ്റെ അർത്ഥത്തിലേക്കൊന്ന് പ്രവേശിക്കാം. وَوُضِعَ الْكِتَابُ فَتَرَى الْمُجْرِمِينَ مُشْفِقِينَ مِمَّا فِيهِ وَيَقُولُونَ وَوُضِعَ الْكِتَابُ, ഗ്രന്ഥം എന്ത് ചെയ്യും? വെക്കപ്പെടും. അതായത് ഫഅമ്മാമൻ ഊതിയ കിതാബഹു ബിശിമാലിഹി ഫയഖൂലു യാ ലൈതനി ലം ഊത കിതാബിയ. ഇടത് കൈയിൽ ഗ്രന്ഥം ലഭിക്കുന്നവരുണ്ട്. ഫഅമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനിഹി ഫയഖൂലു ഹാ ഉമുഖറഉ കിതാബിയ. വലത്തേ കൈയിൽ ഗ്രന്ഥം ലഭിക്കുന്നവരുമുണ്ട്. അങ്ങനെ കൈകളിൽ നമ്മുടെ ജീവിത രേഖ, റെക്കോർഡുകൾ അത് വെക്കപ്പെട്ടാൽ, ഇപ്പോൾ വുളി അൽ കിതാബു, രേഖ വെക്കപ്പെട്ടാൽ, ഫതറൽ മുജ്രിമീന, അപ്പോൾ കുറ്റവാളികളെ നിനക്കു കാണാം. തെറ്റു പ്രവർത്തിച്ച ആളുകൾ, അവിടെ തെറ്റുകൾ രേഖപ്പെടുത്തിയ, അവർ ചെയ്ത ഓരോ തിന്മകളുടെയും സമയവും സന്ദർഭവും രൂപവും എല്ലാം രേഖപ്പെടുത്തിയ ഗ്രന്ഥം നിവർത്തി അവിടെ കൈകളിലേക്ക് നൽകി ആ രേഖയിലേക്ക് അവരിങ്ങനെ നോക്കുകയാണ്.
ആ രേഖ കാണുമ്പോൾ എന്താ ഉണ്ടാകുക എന്നറിയോ? മിമ്മാ ഫീഹി, അത് ഉൾക്കൊള്ളുന്ന കാര്യം, ആ രേഖയിലുള്ള കാര്യം അവരിങ്ങനെ കാണുന്നൊരു രംഗമുണ്ട്. തൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളും രേഖപ്പെടുത്തപ്പെട്ട ഗ്രന്ഥം തുറന്നു വെച്ച് തങ്ങളുടെ കൈകളിൽ നൽകപ്പെടുമ്പോൾ ആ ബേജാറിലും വേദനയിലും അവർ പറയും. കാരണം പിടിക്കപ്പെട്ട് കഴിഞ്ഞു. കാരണം അത്രയും ക്ലിയറാണ് റെക്കോർഡ്. ഇനി ഈ തിന്മകളുടെ പിടുത്തത്തിൽ നിന്നും ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. ഇതിൻ്റെ പേരിൽ വരുന്ന ശിക്ഷ ഞങ്ങൾ ഏറ്റുവാങ്ങിയേ പറ്റൂ എന്നുള്ള ആ ഉറപ്പ് അവർക്ക് ലഭിക്കുകയാണ്. വയഖൂലൂന യാ വൈലതനാ മാ ലിഹാദൽ കിതാബ്, ആ രേഖ അങ്ങോട്ട് കണ്ട് തങ്ങളുടെ കർമ്മങ്ങളൊക്കെ പിടിക്കപ്പെട്ടു, ഇനി ഒരു രക്ഷയില്ല എന്ന് കാണുമ്പോൾ അവർ പറയും, വയഖൂലൂന, അവർ പറയും, യാ ലൈതനാ യാ ലൈതനാ, അഹോ ഞങ്ങളുടെ കഷ്ടം, ഞങ്ങളുടെ കഷ്ടമേ എന്നവർ പറയും. യാ ലൈതന മാ ലിഹാദൽ കിതാബ് മാ ലിഹാദൽ കിതാബ്, ഈ ഗ്രന്ഥം എന്താണ്, എന്താണ് ഈ പുസ്തകത്തിന് എന്നവർ ചോദിക്കും. എന്താണ് ഈ പുസ്തകത്തിന്, എന്താ ഈ പുസ്തകത്തിൻ്റെ അവസ്ഥ, എന്തൊക്കെയാണ് ഇതിലുള്ളത്? എന്നിട്ട് അവരെന്നെ പറയാണ്, ലാ യുഗാദിറു സ്വഗീറതൻ വലാ കബീറ, ചെറുതും വലുതുമായ ഒന്നും വിട്ടുപോയിട്ടില്ല. ലാ യുഗാദിറു, വിട്ടുപോയിട്ടില്ല, സ്വഗീറതൻ വലാ കബീറ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരാളെ പരിഹസിച്ചിട്ട് നമ്മളൊന്ന് പുഞ്ചിരിച്ചതേ ഉള്ളൂ, ഒരാളെ കളിയാക്കിയിട്ടൊന്ന് പുഞ്ചിരിച്ചു, അത് സഗീറത്ത്. എന്നാൽ കളിയാക്കി നമ്മൾ എന്ത് ചെയ്തു, പൊട്ടിച്ചിരിച്ചു, അതൊരു കബീറത്ത്. അത് ഒരു തിന്മയ്ക്ക് തന്നെ വലുപ്പവും ചെറുപ്പവും ഉണ്ടാവും. ചെറിയൊരു മോഷണം ഉണ്ടാവാം, വലിയൊരു മോഷണം ഉണ്ടാവാം. എല്ലാ തിന്മകൾക്കും ചെറുതും വലുതുമായ ഘട്ടങ്ങളുണ്ട്. ചെറുപാപങ്ങളും വൻപാപങ്ങളുമുണ്ട്. ഒന്നും വിട്ടുപോയിട്ടില്ല. ഇല്ലാ അഹ്സാഹ, അത് ക്ലിപ്തപ്പെടുത്തിയിട്ടല്ലാതെ. ഓരോ തിന്മകളും വളരെ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ട രേഖയാണ് അവർ മുന്നിൽ കാണുക. എന്നിട്ടോ വവജദൂ മാ അമിലൂ ഹാദിറ വവജദൂ മാ അമിലൂ ഹാദിറ, അവരെന്ത് പ്രവർത്തിച്ചുവോ അതെല്ലാം അവരുടെ മുമ്പിൽ ഹാജറുള്ളതായി അവർ കാണും. അവർ പ്രവർത്തിച്ച മുഴുവൻ പ്രവർത്തനങ്ങളും അവരുടെ മുമ്പിൽ ഹാജറുള്ളതായി അവർ കണ്ടെത്തുന്നതാണ്. വലാ യദ്ലിമു റബ്ബുക അഹദ, നിന്റെ റബ്ബ് ഒരാളോടും അനീതി ചെയ്യൂല. ചെയ്യാത്ത ഒരു തിന്മ, താൻ നിരപരാധിയായ ഒരു കാര്യം തന്നിൽ ചാർത്തപ്പെടുമെന്ന് ഒരാളും പേടിക്കേണ്ട. വളരെ കൃത്യമായി നമുക്ക് ഉത്തരവാദിത്തമുള്ള തിന്മകൾ മാത്രമേ അതിലുണ്ടാവുള്ളൂ എന്നുള്ളതാണ്. ഈ എഴുത്ത് നമ്മളെല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. وَإِنَّ عَلَيْكُمْ لَحَافِظِينَ كِرَامًا كَاتِبِينَ يَعْلَمُونَ مَا تَفْعَلُونَ, നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും കിറാമൻ കാത്തിബീൻ, മാന്യന്മാരായ എഴുത്തുകാർ. ഇദ് യതലഖൽ മുതലഖിയാനി അനിൽ യമീനി വഅനിശ് ശിമാലി ഖഈദ്, ഏറ്റെടുക്കുന്ന രണ്ടാളുകൾ എല്ലാം ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാം വളരെ കൃത്യമായും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ജീവിതകാലം മുഴുവൻ പ്രവർത്തിച്ച കാര്യങ്ങളാണ് അവിടെ കൊണ്ടുവരുന്ന എല്ലാ കാര്യങ്ങളും. ഈ ദുനിയാവിൽ വെച്ച് മുക്കല്ലഫായ മതപരമായ കാര്യങ്ങൾ പ്രവർത്തിക്കാൻ ബാധ്യതപ്പെട്ടവരുടെ മുഴുവൻ പ്രവർത്തനങ്ങളും എഴുതി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഖുർആൻ ഇക്കാര്യം മറ്റൊരു സ്ഥലത്ത് പറഞ്ഞ ഇങ്ങനെയാണ്, വകുല്ല ഇൻസാനിൻ അൽസംനാഹു ത്വാഇറഹു ഫീ ഉനുഖിഹി വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻശൂറാ. ഓരോരുത്തരുടെയും ശകനം അവൻ്റെ കഴുത്തിൽ തന്നെ ഉണ്ട്. നമ്മുടെ ഭാഗത്തൊരവയവം പോലെ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ അവിടെ സൂക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി പരലോകത്തെത്തുമ്പോഴോ വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻശൂറാ, അന്ത്യനാളിൽ എന്ത് ചെയ്യും, ആ ഗ്രന്ഥം നിവർത്തപ്പെട്ടതായിട്ട്
നിവർത്തപ്പെട്ടാൽ നമുക്കും കാണാം, മറ്റുള്ളവർക്കും കാണാം. അങ്ങനെ അതവിടെ കാണുന്നതാണ്. സൂറത്ത് ഇസ്രായേൽ പറഞ്ഞത് ഗ്രന്ഥം കൊടുക്കുക മാത്രമല്ല, അവരോട് പറയും ഇഖ്റ കിതാബക കഫാ ബിനഫ്സികൽ യൗമ അലൈക ഹസീബ. നിന്റെ ഗ്രന്ഥം നീ വായിച്ചു നോക്ക്, നിന്നെ വിചാരണ ചെയ്യാൻ നീ തന്നെ മതി എന്ന് അവിടെ വെച്ചുകൊണ്ട് പറയുന്നതാണ്. അള്ളാഹു ഈ ആയത്തിൽ പറയുന്നത് എന്താ വെച്ചാൽ യജിദൂന അമാലഹും അല്ലത്തി അമിലൂഹ ഫിദ്ദുനിയ ഹാളിറത്തൻ മുഹ്സാത്തൻ അലൈഹിം. അവർ പ്രവർത്തിച്ച മുഴുവൻ പ്രവർത്തനങ്ങളും അവിടെ മുന്നിൽ ക്ലിപ്തക്കെടുത്തി കൃത്യമായി കൊണ്ടുവരുന്നതാണ്. ഇതേ കാര്യം മറ്റൊരു സ്ഥലത്ത് അള്ളാഹു പറയുന്നുണ്ട്. സൂറത്ത് ആലി ഇമ്രാനിലെ 30-ാമത്തെ ആയത്തിൽ യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈരിൻ മുഹ്ദറ. ഓരോരുത്തരും അവൻ ചെയ്ത പ്രവർത്തനങ്ങളെ ഹാജരായി, ഏതൊരു നന്മ അവൻ ചെയ്തിട്ടുണ്ടോ അതവിടെ ഹാജരായി കാണും. ഒരു ചെറിയ നന്മ നമ്മൾ എപ്പോഴെങ്കിലും നല്ല നിയത്ത് ചെയ്തിക്കണമെങ്കിൽ അത് പരലോകത്ത് കൊണ്ടുവരും. ഇനയോ വമാ അമിലത് മിൻ സൂഅ്, ഒരു തിന്മ പ്രവർത്തിച്ചാൽ അതും കാണും. അപ്പോൾ ആ തിന്മ പ്രവർത്തിച്ചും ആ തിന്മയുടെ ഫലങ്ങളും കാണുമ്പോൾ മനുഷ്യൻ അവിടെ ആഗ്രഹിച്ചു പോകുന്നതാണ്. തവദ്ദു ലൗ അന്ന ബൈനഹാ വബൈനഹു അമദൻ ബഈദ. ഞാനും ഈ തിന്മയും തമ്മിൽ വളരെ വിദൂരമായൊരകലമുണ്ടായിരുന്നെങ്കിൽ എന്ന് അവൻ ആഗ്രഹിക്കുന്നതാണ്. സൂറത്ത് യൂനിസിൽ അള്ളാഹു പറഞ്ഞത് ഹുനാലിക തബ്ലു കുല്ലു നഫ്സിൻ മാ അസ്ലഫത്. ഓരോരുത്തരും മുമ്പ് ചെയ്ത കാര്യങ്ങളിൽ അവർ പരീക്ഷിക്കപ്പെടുന്നതാണ്. സൂറത്ത് ഖിയാമയിൽ പറഞ്ഞത് യുനബ്ബഉൽ ഇൻസാനു യൗമഇദിൻ ബിമാ ഖദ്ദമ വഅഖർ. മനുഷ്യന് ചൊല്ലി പറഞ്ഞു കൊടുക്കും, അന്ന് അവൻ പ്രവർത്തിച്ചത് കാര്യങ്ങൾ അവന് എണ്ണി പറഞ്ഞു കൊടുക്കും, ചൊല്ലി പറഞ്ഞു കൊടുക്കും. നീ ഇന്നത് ചെയ്തില്ലേ, ഇന്നത് ചെയ്തില്ലേ എന്ന് അവൻ്റെ മുന്നിൽ പറഞ്ഞു കൊടുക്കുന്നതാണ്. യൗമ തുബ്ലസ് സറായിർ, രഹസ്യങ്ങൾ പരിശോധിക്കപ്പെടുന്ന ദിനം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യവും അവിടെ കാണും. നല്ല ആലോചിച്ച് ജീവിക്കണം നമ്മൾ. കാരണം നമ്മുടെ വാക്കുകളും പ്രവർത്തികളും എല്ലാം രേഖപ്പെടുത്തപ്പെട്ട് ആ റെക്കോർഡ് അവിടെ, ആ റെക്കോർഡിനെ കുറിച്ച് പറഞ്ഞ ഒന്നും വിട്ടുപോകാത്ത റെക്കോർഡ്, ഒന്നും വിട്ടുപോകാത്ത റെക്കോർഡ്. ചെയ്തു പോയതൊക്കെ ആത്മാർത്ഥമായി ഖേദിച്ച് മടങ്ങി, എല്ലാറ്റിനും പശ്ചാത്തപിച്ച് മടങ്ങി ആ പാപങ്ങൾ അള്ളാഹുവോട് മായ്ച്ചു തരാൻ വേണ്ടി പറയണം ആത്മാർത്ഥമായിട്ട്. ഇനിയുള്ള രേഖകളിൽ തിന്മകൾ പതിയാതിരിക്കാൻ നമ്മളൊക്കെ എന്ത് ചെയ്യണം? ജാഗ്രത കാണിക്കുകയും വേണമെന്നാണ് അതാ പറയണത്. അപ്പം എന്ത് പറഞ്ഞു? വവുളിഅൽ കിതാബു ഫതറൽ മുജ്രിമീന മുഷ്ഫിഖീന ഫീഹി, ഫതറൽ മുജ്രിമീന മുഷ്ഫിഖീന മിമ്മാ ഫീഹി. അതിൽ ഉള്ള കാര്യങ്ങളെക്കുറിച്ച് ഭയചകിതരായിട്ട്. എന്താ അവർ ഭയപ്പെടാൻ കാരണം? അതൊക്കെ ഉണ്ട് എന്ന് ഉറപ്പാവുമ്പോഴേ അതിനൊക്കെയുള്ള ശിക്ഷയും ഞങ്ങൾ ഏറ്റുവാങ്ങണമല്ലോ എന്നുള്ള ഒരു ഭയം അവിടെ മനസ്സിലപ്പോൾ രൂപപ്പെട്ടു വരുന്നതാണ്. പിന്നെ ആ സമയത്ത് അവരാകെ പേടിച്ച് ഞങ്ങൾ ഇനി എന്ത് ചെയ്യും എന്നതാണത്. ഐ ഖായിഫീന വജ്ലീന മിമ്മാ ഫിൽ കിതാബിൽ മൗളൂഅ മിനൽ അഅ്മാലി സയ്യിഅ ലിമാ യതഅഖബു ദാലിക മിനൽ ഇഫ്തിളാഹ് ഫി ദാലിക്കൽ ജംഇ വൽ മജാസാത്ത് ബിൽ അദാബിൽ അലീം. അതിന് കിട്ടുന്ന ശിക്ഷയെക്കുറിച്ചും അതിൻ്റെ അനന്തര നടപടികളെക്കുറിച്ചൊക്കെ തിന്മ കാണുമ്പോഴേ ശിക്ഷ കാണുന്ന മാതിരിയാണ് തോന്നുക. പടച്ചോനെ, ഞാനീ ചെയ്ത തെറ്റുതിയിലുണ്ടല്ലോ, അപ്പം അതിനെനിക്ക് ശിക്ഷ ഉണ്ടാവുമല്ലോ എന്നിങ്ങനെ ചിന്തിക്കുമ്പോൾ അതിങ്ങനെ തിന്മയുടെ കൂമ്പാരങ്ങളിങ്ങനെ വരി വരിയായിട്ട് രേഖയിൽ കാണുമ്പോൾ അയാളുടെ ഒരു പേടി എത്രയായിരിക്കും. അതാണ് ഫതറൽ മുജ്രിമീന മുഷ്ഫിഖീന മിമ്മാ ഫീഹി. ആ രേഖയിലുള്ളതിനെക്കുറിച്ചുള്ള ഭയത്താൽ കുറ്റവാളികൾ നിനക്ക് കാണാം, ആകെ പേടിച്ച് ബേജാറായിട്ട് അവരെ കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. ആ ഒരവസ്ഥയിൽ മിമ്മാഫി എന്താണ് അവർ പറയുന്ന വാക്ക്? അവരവിടെ വെച്ച് പറയാണ് യഖൂലൂന യാ വൈലതനാ മാ ലിഹാദൽ കിതാബ്. ഓ ഞങ്ങളുടെ കഷ്ടമേ, മാ ലിഹാദൽ കിതാബ്, മാ ലിഹാദൽ കിതാബ്. എന്താണ് ഈ പുസ്തകത്തിന്, എന്താണ് ഈ പുസ്തകത്തിന് എന്ന് പറഞ്ഞാൽ ഇതെന്തൊരു പുസ്തകമാണ്, ഒന്നും വിട്ടുപോകാതെ മുഴുവനും രേഖപ്പെടുത്തപ്പെട്ടല്ലോ എന്ന് അവർ പറയും.
ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ അഹ്സാഹ. ചെറുതും വലുതും ഒന്നും വിട്ടുപോയിട്ടില്ല. അപ്പോൾ നമ്മൾ ഇവിടുന്ന് രേഖപ്പെടുത്തുന്നുള്ളൊരു വിവരം നമ്മളെടുത്തുണ്ട്. ഈ രേഖ കാണുന്ന സമയത്തൊരു കുറ്റവാളി അവിടുന്ന് പറയുന്ന പ്രസ്താവനയും അള്ളാഹ് നമുക്ക് എത്തിച്ചു തന്നു. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ പ്രവർത്തിച്ച കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് നേർക്കുനേരെ കാണുക. അപ്പോൾ അത് ചെറുതല്ലേ, അത് നിസ്സാരല്ലേ എന്നൊക്കെ വിചാരിച്ച് തള്ളിക്കളഞ്ഞ തിന്മകളില്ലേ? പക്ഷേ ആ തിന്മകളൊക്കെ അവിടെ രേഖപ്പെട്ട് കിടക്കുന്ന ഭയാനകമായ രംഗം. അതൊക്കെ അവിടെ ഉണ്ട് എന്ന് ഉറപ്പാവുമ്പോൾ ഇതിനൊക്കെ ഞാൻ ശിക്ഷ വാങ്ങണമല്ലോ പടച്ചോനെ എന്ന പേടിയും നമ്മളെ എന്ത് ചെയ്യും, പിടികൂടിക്കൊണ്ടിരിക്കുമെന്നാണ് അതിൽ പറയണത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പ്രവർത്തനങ്ങൾ നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും അതൊക്കെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി പല സ്ഥലങ്ങളിൽ ഖുർആൻ പറയുന്നുണ്ട്, ഈ രേഖ കയ്യിൽ കിട്ടുമ്പോഴുള്ള വെപ്രാളത്തെക്കുറിച്ചും വേദനയെക്കുറിച്ചും പറയുന്നുണ്ട്. വഅമ്മാമൻ ഊതിയ കിതാബഹു ബിശിമാലി ഫയഖൂലു യാ ലൈതനി ലം ഊത കിതാബിയ. ഇങ്ങനൊരു ഗ്രന്ഥം എനിക്ക് നൽകപ്പെട്ടിരുന്നില്ലെങ്കിൽ എന്നവൻ വിചാരിക്കുന്ന. എനിക്ക് കിട്ടിയില്ലെങ്കിൽ എന്നാലോ വലത്തെ കയ്യിൽ കൊടുത്താലോ? ഫഅമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനി ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറ. വളരെ ലളിതമായൊരു വിചാരണ അവനുണ്ടാവുള്ളൂ. അവൻ സന്തോഷത്തോടെ അവൻ്റെ കുടുംബത്തിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്യുന്നതാണ്. നവ അമ്മാമൻ ഊതിയ കിതാബഹു വറാഅ ലഹ്രി. അവൻ്റെ പുറകിലൂടെ ആ ഗ്രന്ഥം കൊടുക്കുമ്പോൾ എന്താ ഉണ്ടാകുക നിങ്ങൾ? ഫസൗഫ യദ്ഉ സുബൂറ. എൻ്റെ നാശമേ എന്ന് അവൻ അലറി വിളിച്ചു കൊണ്ടിരിക്കുമെന്നാണ്. അപ്പോൾ ഇത് നാളെ പരലോകത്ത് നമുക്കുള്ള ഗ്രന്ഥങ്ങളെ, റെക്കോർഡുകളെ വളരെ കൃത്യമായി കാണിക്കപ്പെടുന്ന ഒരവസ്ഥ നാളെ പരലോകത്തുണ്ട് എന്ന് അള്ളാഹു നമുക്ക് മനസ്സിലാക്കി തരികയാണ്. ഇതിനെക്കുറിച്ച് നല്ല ബേജാറും നല്ല പേടിയും നമുക്കുണ്ടാവണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ മിക്കവാറും നമ്മൾ തെറ്റുകൾ ചെയ്യുന്നത് എവിടെയാണ്? വളരെ കുറഞ്ഞ സമയം ആളുകൾക്ക് തെറ്റ് ചെയ്യാൻ വേണ്ടി കിട്ടുള്ളൂ. എന്തുകൊണ്ടാണ്? സ്വകാര്യ നിമിഷങ്ങൾ കുറവാണ്. ബാക്കിയുള്ള സമയത്തൊക്കെ നമ്മൾ മറ്റുള്ള ആൾക്കാരെ കൂടെയാണ്. മറ്റുള്ളവരുടെ നമ്മുടെ ഫോണും നമ്മുടെ പെരുമാറ്റവും ഒക്കെ നിരീക്ഷിക്കുമ്പോഴൊക്കെ നമ്മൾ വിശുദ്ധന്മാരായി നിൽക്കും. വളരെ സ്വകാര്യമായി മറ്റുള്ളവർക്ക് നമ്മളെ കാണാനും പിടിക്കാനും പറ്റാത്ത സമയത്ത് മാത്രമേ നമ്മൾ ചെയ്യണത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ ആളുകൾ കാണുന്നുള്ളൊരു ബേജാറുണ്ടല്ലോ, അത് അള്ളാഹ് കാണും, മലക്കുകൾ കാണും, അവരെഴുതും എന്നൊരു ബേജാറിലേക്ക് മാറിക്കഴിഞ്ഞാൽ പിന്നെ തെറ്റ് ചെയ്യാനുള്ള ഒരു സ്വകാര്യ സമയമേ ജീവിതത്തിലില്ല. ഭാര്യ കാണാതിരിക്കുമ്പോൾ തെറ്റ് ചെയ്യാന്നുള്ളവന് ഭാര്യ ഉറങ്ങിക്കഴിഞ്ഞാൽ തെറ്റ് ചെയ്യുക, വീട്ടുകാർ കാണാതിരിക്കാൻ പുറത്തിറങ്ങിയാൽ ചെയ്യുക. പക്ഷെ അള്ളാഹു കാണരുതേ എന്നാണെങ്കിൽ, എൻ്റെ രേഖയിൽ പതിയരുതേ എന്നാണെങ്കിൽ അതിന് സമയമില്ലല്ലോ, ഏത് സമയത്തുമില്ല. അപ്പോൾ ആ ചിന്ത മനസ്സ് കയറിയവൻ പിന്നെ തെറ്റ് ചെയ്യുമോ? ഒരു തെറ്റും ചെയ്യൂല. പിന്നെ അള്ളാഹു നമുക്ക് തരുന്ന വളരെ വലിയൊരു ഉറപ്പുണ്ട് സുഹൃത്തുക്കളെ. അത് നമുക്ക് ഈ ആയത്തിൻ്റെ അവസാനത്തിൽ കാണാൻ പറ്റും. എന്താണ്? അള്ളാഹു പറയാണ്, അള്ളാഹു ഒരിക്കലും നിൻ്റെ റബ്ബ് ഒരാളോടും അക്രമം ചെയ്യൂലാണ്. നിൻ്റെ റബ്ബ് ഒരാളോടും അക്രമം ചെയ്യൂല എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ, അള്ളാഹു പറയുന്ന അന്നഹു ലാ യദ്ലിമു അഹദൻ ഫലാ യൻഖുസു മിൻ ഹസനാത്തി മുഹ്സിനിൻ. നന്മ ചെയ്യുന്നവൻ്റെ നന്മയിൽ അള്ളാഹു ഒന്നും കുറക്കൂല. വലാ യസീദു മിൻ സയ്യിആത്തി മുസിഇൻ. ഒരു തിന്മ പ്രവർത്തിക്കുന്നവൻ്റെ തിന്മകളിൽ കൂട്ടൂല. വലാ യുആഖിബു അലാ ഗൈരി ദംബി. ഒരു തെറ്റില്ലാതെ ഒരാളെയും ശിക്ഷിക്കൂല. അപ്പം നമ്മളിതിനെ ബേജാറാകണ്. നമ്മൾ പാപവിമുക്തരാണെങ്കിൽ, തെറ്റുകളിൽ നിന്ന് അറിഞ്ഞുകൊണ്ട് വിട്ടു നിൽക്കുന്നുണ്ടെങ്കിൽ വെറുതെ പേടിക്കേണ്ട കാര്യമില്ല, ബേജാറാകേണ്ട കാര്യമില്ല. കാരണം അള്ളാഹു എന്ത് ചെയ്യില്ല, ഒരിക്കലും തെറ്റ് ചെയ്യാതെ ഒരാളെ എന്ത് ചെയ്യൂല, ശിക്ഷിക്കൂല. ഇന്നല്ലാഹ ലാ യദ്ലിമുന്നാസ ശൈഅ വലകിന്നന്നാസ അൻഫുസഹും യദ്ലിമൂൻ. യൂനുസ് 44 എന്തേ പറഞ്ഞു? ഇന്നല്ലാഹ ലാ യദ്ലിമുന്നാസ ശൈഅ. അള്ളാഹു ജനങ്ങളോട് ഒരക്രമവും കാണിക്കൂല. വലകിന്നന്നാസ അൻഫുസഹും യദ്ലിമൂൻ. പക്ഷേ ഓരോരുത്തരും
സ്വന്തങ്ങളോട് അക്രമം കാണിക്കുക. നമ്മളോടാണ് അക്രമം കാണിക്കുന്നത്. അള്ളാഹു ഒരാളോടും അക്രമം കാണിക്കണം. വ്യക്തമായ തെറ്റാന്ന് പറഞ്ഞു തന്നിട്ടും ആ തെറ്റന്നെ ചെയ്തുകൊണ്ടിരിക്കുക. ഇന്നല്ലാഹ ലാ യസ്ലിമു മിസ്കാല ദർറ, അണുമണി തൂക്കം ളുൽമ് അള്ളാഹു ഒരാളോട് പ്രവർത്തിക്കൂല. വ ഇൻ തകു ഹസനതൻ യുളാഇഫുഹാ, ഒരു നന്മ ചെയ്ത അള്ളാഹു അത് ഇരട്ടിപ്പിച്ചു കൊടുക്കും. വയുക്തി മിൻ ലദുൻഹു അജ്റൻ അളീമാ, വലിയ പ്രതിഫലം കൊടുക്കും. ഒരു നന്മക്ക് കണക്കില്ലാത്ത പ്രതിഫലമാണ് അള്ളാഹു കൊടുക്കുന്നത്. എന്താ നമ്മൾ പേടിക്കുന്നത്? നന്മക്ക്. തിന്മക്ക് അതിന് തത്തുല്യമായ ശിക്ഷ മാത്രമേ കൊടുക്കുന്നുള്ളൂ. വനളഉൽ മവാസീനൽ ഖിസ്ത ലിയൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അള്ളാഹു നീതിയുടെ തുലാസ് സ്ഥാപിക്കും. ഫലാ തുളമു നഫ്സുൻ ഷൈആ, ഒരു നഫ്സിനോടും അള്ളാഹു ഒരു അനീതിയും ചെയ്യുകയില്ല. വഇൻ കാന മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ അതൈനാ ബിഹാ വകഫാ ബിനാ ഹാസിബീൻ, അണുമണി തൂക്കം ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കൊണ്ടുവരുന്നതാണ്. മറ്റു സ്ഥലത്ത് അള്ളാഹു പറഞ്ഞു വമാ റബ്ബുക ബിളല്ലാമിൻ ലിൽ അബീദ്, അടിമകളോട് ഒരു അക്രമവും കാണിക്കാത്തവനാണ് പടച്ചോൻ. ഇനിയും ഈ ആശയത്തിൽ കുറേ ആയത്തുകളുണ്ട്. വമാ ലലമഹുമുല്ലാഹു വലാകിൻ കാനൂ അൻഫുസഹും യദ്ലിമൂൻ, അള്ളാഹുവോട് ഒരു അക്രമവും കാണിച്ചിട്ടില്ല, പക്ഷെ അവർ അവരോട് തന്നെ അക്രമം കാണിച്ചിരിക്കുന്നതാണ്. വമാ ലലംനാഹും വലാകിൻ കാനൂ അൻഫുസഹും യദ്ലിമൂൻ, നാം അവരുടെ അക്രമം കാണിച്ചില്ല, അവരവരോട് തന്നെ അക്രമം കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ തിന്മകളാണെന്ന് ബോധ്യപ്പെട്ട് അതൊക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന് ബോധ്യപ്പെട്ട് അതിൻ്റെ ശിക്ഷകളൊക്കെ നമ്മൾ ഏറ്റുവാങ്ങേണ്ടി വരുന്ന അറിഞ്ഞിട്ടും മനുഷ്യൻ ആ തിന്മകളിൽ അടിയുറച്ച് നിന്ന് ശഠിച്ച് നിന്ന് ശിക്ഷകൾ ഏറ്റുവാങ്ങുകയാണെന്നാണ് അള്ളാഹു പറയുന്നത്. അപ്പോൾ പരലോകത്ത് ഇങ്ങനൊരു രംഗം നമുക്ക് കടന്നു പോകാനുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും രേഖയും റെക്കോർഡുകളും നമുക്ക് ഏൽപ്പിക്കപ്പെടുന്ന ഒരു മഹത്തായ വിചാരണ നടക്കാനുണ്ട്. ഒന്നും വിട്ടുപോകാതെ ആ രേഖകളുണ്ടാകും. ഒരാളോടും അനീതി ചെയ്യപ്പെടുകയില്ല. അത് നിവർത്തി വെച്ച് എല്ലാവരും കാണുകയും അത് നിവർത്തി വയ്ക്കപ്പെടും. ഒന്നും അതിൽ നിന്ന് വിട്ടുപോകില്ല. അത് കാണുമ്പോൾ എനിക്ക് ശിക്ഷ ഉണ്ടെന്ന് ഉറപ്പാകും. ആ സമയത്ത് മനുഷ്യൻ വെപ്രാളപ്പെട്ട് ഭയപ്പെട്ടുകൊണ്ട് അവൻ നാശമേ എന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. ഈ ഒരു ബോധം നമ്മളെ തിന്മകളിൽ നിന്ന് പിന്തിരിപ്പിക്കണം, നന്മകൾ വർദ്ധിപ്പിക്കാൻ പ്രേരിപ്പിക്കണം. ഒന്ന് ഓതി നോക്കാം. وَوُضِعَ الْكِتَابُ فَتَرَى الْمُجْرِمِينَ مُشْفِقِينَ مِمَّا فِيهِ, ഗ്രന്ഥം വയ്ക്കപ്പെടും. അപ്പോൾ നിനക്ക് കുറ്റവാളികളെ കാണാം. ആ രേഖയിലുള്ളതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് അവരെന്ത് ചെയ്യും? ആകെ ഭയപ്പെട്ടവരായി നിനക്ക് കാണാം. وَيَقُولُونَ يَا وَيْلَتَنَا مَا لِهَذَا الْكِتَابِ, അവർ പറയും ഞങ്ങളുടെ നാശമേ, ഈ ഗ്രന്ഥത്തിന് എന്താണ്? ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറ, ചെറുതും വലുതൊന്നും വിട്ടുപോയിട്ടില്ലല്ലോ. ഇല്ല അഹ്സാഹ, എല്ലാം ക്ലിപ്തപ്പെടുത്തിയിട്ടല്ലാതെ. വവുളിഅൽ കിതാബു ഫതറൽ മുജ്രിമീന മുഷ്ഫിഖീന മിമ്മാ ഫീഹി ويقولون يا ويلتنا ما لهذا الكتاب لا يغادر صغيرة ولا كبيرة إلا أحصاها ووجدوا ما عملوا حاضرا ولا يظلم ربك أحدا. ഖുർആൻ പഠിക്കുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്യുന്നവർ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാം.